ഭൂമിയിൽ മറ്റെങ്ങും കാണാത്ത വിചിത്ര ജീവികളുടെ നാട്. ഭൂമിയിൽ ഒരു ദ്വീപുണ്ട്. അവിടേക്ക് പോയാൽ നിങ്ങൾ കാണുന്ന ഓരോ 10 ജീവികളിൽ ഏകദേശം 8 എണ്ണത്തെയും ലോകത്ത് മറ്റെവിടെയും സ്വാഭാവികമായി കാണാൻ സാധിക്കില്ല. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? പക്ഷേ അതൊരു സിനിമയുടെ കഥയല്ല. ആ ദ്വീപിന്റെ പേരാണ് മഡഗാസ്കർ. ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ 4ാമത്തെ വലിയ ദ്വീപാണിത്. പക്ഷേ മഡഗാസ്കറിനെ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ജീവികളുടെ നാടാക്കിയത് അതിന്റെ വലിപ്പമല്ല, അതിന്റെ ഒറ്റപ്പെടലാണ്. ഏകദേശം 8.8 കോടി വർഷങ്ങൾക്ക് മുൻപ് മഡഗാസ്കർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും വേർപെട്ടു. പിന്നീട് ഏകദേശം 8.8 മുതൽ 9 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയും വടക്കോട്ട് നീങ്ങി. അങ്ങനെ മഡഗാസ്കർ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം മറ്റെല്ലാ വലിയ കരഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു. അതാണ് എല്ലാം മാറ്റിമറിച്ചത്. കാരണം ഒരു ജീവി ഒരിടത്ത് ഒറ്റപ്പെട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചാൽ അത് പതുക്കെ പുതിയ രൂപങ്ങളിലേക്കും പുതിയ സ്പീഷീസുകളിലേക്കും പരിണമിക്കും. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ പരിണാമം എന്ന് വിളിക്കുന്നത്. മഡഗാസ്കർ അതിന്റെ ജീവനുള്ള ഉദാഹരണമാണ്. ഇന്ന് അവിടെയുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും 90% സ്പീഷീസുകളും ലോകത്ത് മറ്റെവിടെയും സ്വാഭാവികമായി കാണാനാവില്ല. ഇനി അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ താരത്തെ നമുക്ക് പരിചയപ്പെടാം. ലീമർ. ലോകത്ത് സ്വാഭാവികമായി ജീവിക്കുന്ന എല്ലാ ലീമറുകളും മഡഗാസ്കറിൽ മാത്രമാണ്. ചെറിയ എലിവലിപ്പത്തിലുള്ള ലീമറുകളിൽ നിന്ന് പൂച്ചയേക്കാൾ വലിപ്പമുള്ളവ വരെ അവിടെയുണ്ട്. അവയുടെ വലിയ കണ്ണുകളും നീളമുള്ള വാലും മരങ്ങളിലൂടെ ചാടുന്ന ജീവിതശൈലിയും അവയെ മറ്റെല്ലാ പ്രൈമേറ്റുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. പക്ഷേ ലീമറുകൾ മാത്രമല്ല, മഡഗാസ്കറിൽ കാണുന്ന പല ചാമിലിയൻ ഇനങ്ങളും ലോകത്ത് മറ്റെവിടെയുമില്ല. അവയിൽ ചിലത് നിങ്ങളുടെ വിരലിന്റെ അറ്റത്തേക്കാൾ പോലും ചെറുതാണ്. അതേസമയം ചിലത് നിറം മാറുന്നതിൽ അതിശയകരമായ കഴിവുള്ളവയാണ്. ഇനി മറ്റൊരു വിചിത്ര ജീവി, ഫോസ. ആദ്യ നോട്ടത്തിൽ ഒരു പൂച്ചയെയും നായയെയും ചേർത്തതുപോലെ തോന്നുന്ന ഈ ജീവി യഥാർത്ഥത്തിൽ മഡഗാസ്കറിലെ ഏറ്റവും വലിയ വേട്ടക്കാരനാണ്. ലീമറുകളെ വേട്ടയാടാൻ മരങ്ങളിൽ അതിവേഗം കയറാൻ ഇതിന് കഴിയും. ഇനി ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രത്യേക ജീവികൾ മഡഗാസ്കറിൽ മാത്രം രൂപപ്പെട്ടത്? ഉത്തരം വളരെ ലളിതമാണ്: ഒറ്റപ്പെടൽ. മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വലിയ വേട്ടക്കാരും ശക്തമായ മത്സരക്കാരും അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെയുള്ള ജീവികൾക്ക് സ്വന്തം വഴിയിൽ പരിണമിക്കാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ലഭിച്ചു. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച പ്രകൃതി പരീക്ഷണങ്ങളിലൊന്നാണ് ഇന്ന് മഡഗാസ്കറിനെ ശാസ്ത്രജ്ഞർ കാണുന്നത്. പക്ഷേ ഈ കഥയ്ക്ക് ഒരു ദുഃഖകരമായ വശവുമുണ്ട്. മഡഗാസ്കറിലെ വനങ്ങളുടെ വലിയൊരു ഭാഗം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നഷ്ടപ്പെട്ടു. വനനശീകരണവും കൃഷിക്കായി ഭൂമി മാറ്റുന്നതും നിരവധി ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിച്ചു. ഇന്ന് അവിടെയുള്ള നിരവധി ലീമർ സ്പീഷീസുകൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. അതുകൊണ്ടാണ് മഡഗാസ്കർ ഇന്ന് വിനോദസഞ്ചാരികളുടെ മാത്രം സ്വർഗമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നുമാണ്. ഒരുപക്ഷെ മഡഗാസ്കർ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതായിരിക്കാം: പ്രകൃതി ഒരിടത്തിന് സമയം നൽകിയാൽ അവിടെ ലോകത്ത് മറ്റെവിടെയും ആവർത്തിക്കാനാവാത്ത ജീവജാലങ്ങൾ രൂപപ്പെടും. പക്ഷെ അവയെ നഷ്ടപ്പെടുത്താൻ മനുഷ്യന് ചില പതിറ്റാണ്ടുകൾ മാത്രം മതി. അതുകൊണ്ടാണ് മഡഗാസ്കർ ഒരു ദ്വീപ് മാത്രമല്ല, ഭൂമിയുടെ പരിണാമ ചരിത്രം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പ്രകൃതി മ്യൂസിയമാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്